ഡോക്ടർ പ്രഭാകരൻ പലേരി, തിരിച്ചടി എന്ന് എങ്ങനെ എല്ലാവർക്കും അറിയേണ്ടത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. കരയിലും കടലിലും ആകാശത്തും നമ്മുടെ സേന സുസജ്ജമാണ്. എണ്ണി എണ്ണി പകരം ചോദിക്കാൻ ഊഴം കാത്തിരിക്കുന്നു. തിരിച്ചടി എന്ന് എങ്ങനെ? ഡോക്ടർ പ്രഭാകരൻ പലേരി. തിരിച്ചടിക്കുക എന്ന് പറയുന്നത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് തന്നെ ശരിയായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പലതരത്തിലും ഇന്ത്യക്ക് പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ സാധിക്കും. യുദ്ധത്തിൽ കൂടെയും യുദ്ധത്തിലല്ലാതെയും പലതരത്തിലും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഇൻഡസ് റിവർ ട്രീറ്റിയുടെ ഒരു ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. സിന്ധ് പ്രദേശത്ത് തന്നെ ഇപ്പോൾ വെള്ളം കിട്ടാതെ അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യ തുടർച്ചയായിട്ട് ഇനി പാകിസ്ഥാനുമായിട്ട് എൻഗേജ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരു യുദ്ധത്തിൽ കൂടെ ആയിരിക്കാം, യുദ്ധമില്ലാതെ ആയിരിക്കാം, അല്ലാതെ ബാക്കിയുള്ള വഴികളിൽ കൂടി ആയിരിക്കാം, സാമ്പത്തിക വ്യവസ്ഥയിൽ കൂടി ആയിരിക്കാം. അത് തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ളത് അത് നമുക്ക് യാതൊരു സംശയവും ആവശ്യമില്ല എന്ന് ഞാൻ പറയും. ഇപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ ദൗർഭാഗ്യകരമായ സംഭവം പഹൽഗാമിൽ നടന്നിട്ടുള്ളത് കുറച്ച് നമുക്ക് എവിടെയോ അബദ്ധം പറ്റിയ മാതിരി എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ ആവശ്യത്തിലധികം ഒരു കോംപ്ലാസൻസി വന്നുപോയോ, എവിടെയോ ആത്മവിശ്വാസം കുറച്ച് കൂടിപ്പോയോ, അലംഭാവം വന്നുപോയോ എന്ന് തോന്നുന്നു. പക്ഷെ എന്തുതന്നെ ആയിക്കഴിഞ്ഞാലും അതിനെ പകരം വീട്ടാനും അതിനെ ഇനിമേൽ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ആ തരത്തിലാണ് ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പോക്ക് ഞാൻ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ കാത്തിരുന്ന് കാണുക പറ്റുകയുള്ളൂ. നമ്മൾ അതിലേക്ക് അഭിപ്രായം പറയാനല്ലാതെ നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും അത് വളരെ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും ഗവൺമെന്റ് പുറത്ത് അറിയിക്കുക. അപ്പൊ അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ എല്ലാ തരത്തിലും എനിക്ക് വളരെ നല്ല വിശ്വാസമുണ്ട്. നല്ലൊരു മറുപടി കൊടുക്കും. മാത്രമല്ല അത് പെട്ടെന്നൊന്നും തീരുകയുമില്ല. കാരണം ഇപ്പോൾ തന്നെ ഹോം മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്ന ആതങ്കവാദത്തിനെതിരാണ്, അതായത് ഭീകരവാദത്തിനെതിരാണ്. അത് തന്നെയാണ് ലോകം മുഴുവനും നോക്കി കാണുന്നതും അത് തന്നെയാണ്. പക്ഷെ അതിന് ആരും കാര്യമായിട്ട് ഇതുവരെ വിജയം വരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ വിജയം വരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.